പരിവിട്ടിയെ പരിവിട്ടിയെ പരീക്ഷ வாலுறா ஐயா ஐயா தற்கொலை பண்றதுக்கு தான் போயிருக்குது கூப்பிட்டாலும் வராது சவுட்டி பொളിക്ക് പരിവിട്ടിയെ ഇതെന്താ പറ്റിയത്? എന്താ ചറിഞ്ഞൂടെ? ഞാൻ സന്തോഷമായിട്ടല്ലേ വന്നത്. പരീക്ഷ பரிக்கோ ஐயா മിണ്ടാട കളിയാ ஏதோ பண்ண சொன்ன மாதிரி പരിവിട്ടിയെ அனுபவம் வச்சு தான் சொல்றேன். முனியாண்டி என் மூஞ்ச கண்ணு முன்னாடி இப்படி தெரிஞ்சிட்டு இருக்குது. அந்த மாதிரி ஏதோ பண்ண போறேன், நீங்க காப்பாத்து. ഇയാളൊരു ദുരന്തമുള്ളൊന്നും മിണ്ടാതെ നിക്കണോന്ന്. പരിവിട്ടിയെ പരിവിട്ടിയെ பாய் വാലുറോ എന്താ ബഹളം? പരിവിട്ടിയെ വീട്ടിനുള്ളിൽ കയറി വാലെടുത്തു വിളിച്ചു തുറക്കണില്ല. അവൻ ഉറങ്ങുമായിരിക്കും. ഇല്ല അമ്മ, ഇപ്പൊ ഞങ്ങള് സംസാരിച്ചേക്കായിരുന്നു. ആരോടും മിണ്ടാതെ കയറി ഒറ്റ അടക്കലാണ്. மாமி மாமி பாய்கிட்ட பொண்டாட்டி இருக்குது இல்ல, பாய் கிட்ட சொல்லாம போயிட்டு தெரிஞ்சதுமே ஃபீலிங் ஆயிட்டு அகத்து போய் கதவு சாத்தி இருக்குது. ஏதோ பண்ண போறான். അണ്ണാ ഇതൊന്നും മിണ്ടാതിരിക്കാമോ? അവൾ ഓട്ടോ കയറി പോയനാണോ ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ എന്നെ ഈ പറയും. പിന്നെ അവർ തമ്മിൽ ரொம்ப பாசம், சொல்லாம போன ஃபீலிங் வந்து இதுவும் பண்ணுவோம், ഇതിൽ അപ്പുറം பண்ணுவோம். വേണ്ടാതിനെ പറയരുത്. ചെപ്പക്കുട്ടി അടിക്കാൻ പൊട്ടിക്കും. ഒരു സന്തോഷം വന്നാൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്യുള്ളൂ. சந்தோஷம் പിന്നെ പെണ്ണുപിള്ള പുറപ്പെട്ടു പോയാൽ പിന്നെ സന്തോഷമില്ലാതെ. உனக்கு இவருக்கு அப்படி இல்ல, அவரு ரொம்ப பாசம். പരിവിട്ടിയെ അളിയാ, ഞാൻ ഈ അനുഭവം വെച്ച് தான் சொல்றேன். മുനിയാണ്ടി മൂഞ്ച ഇപ്പോഴും എൻ കൺമുന്നിൽ இப்படி தொங்கி நிக்கிற மாதிரி தெரியுது. அந்த மாதிரி ஏதோ பண்ண போறாம. നീ മരിച്ചു പോയി. നിനക്കെന്താണ് നഷ്ടം? നിനക്കെന്താണ് നഷ്ടം? അല്ല ഞാൻ சொல்லிட்டு சும்மா മിണ്ടാണ്ട് നിക്കണു. என்னது யார்கிட்ட சொன்னாலும் நம்ப மாட்டேங்கிறாங்க. இனி ஏதோ பண்ணிட்டு பின்ன அப்புறம் சொல்ல கூடாது. நான் சொல்லிட்டேன் நானு. പരിവിട്ടിയെ പരിവിട്ടി அப்ப சாகலையா? ഈടെ ചങ്ങാതി ഒരാളെ കാണണ്ടായി എന്താ ചെയ്യാ? ആദ്യം ഒന്ന് വിളിച്ചു നോക്കുക, ഇല്ലെങ്കിൽ ബന്ധപ്പെട്ട ഏതെങ്കിലും ആൾക്കാരെ വിളിക്കുക. ഇത് കാള പറ്റൂന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കാൻ നിൽക്കുകയാണ്. എങ്ങനെയാ പരീക്ഷ വിളിക്കണ? പരീക്ഷയുടെ ഫോൺ സർവീസിന് കൊടുത്തേക്കല്ലേ? അല്ല പരീക്ഷ, റസിയുടെ നമ്പർ ഒന്ന് പറഞ്ഞു ഒന്ന് വിളിച്ചു നോക്കാല്ലോ. കാണാണ്ട് അറിയൂല. കണ്ടാ, സ്വന്തം ഭാര്യയുടെ നമ്പർ കാണാതെ അറിഞ്ഞൂടാ. അന്നൊരു പണി, ആ മല്ലികയുടെ നമ്പർ ഒന്ന് കാണാതെ പറഞ്ഞു. മല്ലികയുടെ മല്ലിക വിളിച്ച റസിയെ കിട്ടുവോ? മതി മതി, റസിയുടെ നമ്പർ എന്റെ ഫോണിലുണ്ട്. ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം. നീ ഒന്ന് വിളിക്കും. ഒരു അടി വെച്ചെന്നാലുണ്ടല്ലോ, ഞാൻ മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അമ്മ, ഞാൻ മരിക്കാൻ പോയതൊന്നല്ല. ഓൾ ഇതിനു മുമ്പും ഇതേമാതിരി വാതിലടച്ച് കുറ്റിട്ടിട്ട് അകത്തിരുന്ന് എന്നെ പേടിപ്പിച്ചിട്ടുണ്ട്. എന്നോടുള്ള ദേഷ്യം കൊണ്ട് നിങ്ങളൊക്കെ അങ്ങനെ പറയുമ്പോഴും എന്റെ മനസ്സിൽ ഓൾ ഇവിടെ എവിടെയെല്ലാം ഉണ്ടാവുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളൊക്കെ വിളിക്കുമ്പോ അവിടെ കോളം തരയായിരുന്നു. അങ്ങനെ കോളാണ്ടായപ്പോ തല കറങ്ങിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. അതാണ് നീ വിഷമിക്കല്ലേ.